ഇങ്ങനെയുള്ളൊരു സ്പെഷ്യൽ മുമ്പില്ലാത്ത ഒരു പദവിയിലേക്കാണ് ഇദ്ദേഹം ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര കാലം വേണമെങ്കിലും തുടരാം, ഏജ് ലിമിറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ദേവസ്വത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു തസ്തികയിലേക്ക് ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന് പറയുമ്പോൾ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഓഫീസിൽ അത് അറിയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ ആ വിവരം അവിടെ അവരറിയുകയും ആ ലിസ്റ്റ് പരിശോധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമുണ്ടായിരുന്നു. അത് ആരോ ശ്രദ്ധയിൽപ്പെടുത്താത്തതുകൊണ്ടോ അല്ലെ ബോധപൂർവം അങ്ങനെ വന്നോട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ടോ സംഭവിച്ചു പോയതായിരിക്കും. എന്തായാലും ശരി, അത് അങ്ങനെ ഒരു നിയമം അദ്ദേഹത്തിനെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അനൗചിത്യമായി പോയി. അത് വിമർശന വിധേയമായപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തിരുത്തൽ നടപടി എന്നുള്ള രീതിയിൽ അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. അതൊക്കെ നല്ല കാര്യം തന്നെ. എന്നാലും ഇങ്ങനെയുള്ള ഒരു അവധാനതയോടുകൂടി പ്രവർത്തിക്കുന്നതിൽ മാന്ദ്യം വന്നതുകൊണ്ട് അല്ലെ വീഴ്ച വന്നതിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഇതേമാതിരി പരാതികൾ ഗവൺമെൻറ്റിന് വല്ലാണ്ട് ബാധിക്കും. അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ആശങ്കയും ഭയമുണ്ടാവും. കേസിൻ്റെ അന്വേഷണത്തിൽ പോലും ഭക്തജനങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് നമുക്ക് ഹാഷ്മിക ഒക്കെ നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരുപാട് ഡിലേ, അതായത് ആദ്യം തന്നെ ഈ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ എക്സ്പെർട്ടിനെ അയക്കാൻ വളരെ നാൾ മാറി, അതുപോലെ തന്നെ ഇതിൻ്റെ സാമ്പിൾ അയക്കാൻ വളരെ മാറി, ഏത് സ്ഥലത്ത് അയച്ചാൽ ഇതിൻ്റെ കൃത്യമായ റിസൾട്ട് കിട്ടുമെന്ന് കണ്ടുപിടിക്കാൻ വിഷമമുണ്ടോ, അത് ഒരിടത്ത് അയച്ചു അത് നടക്കില്ല എന്ന് പറഞ്ഞ് പിന്നെ VSCCയിൽ അയക്കില്ല എന്ന് പറഞ്ഞ് മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് CSIRലേക്ക് അയച്ചു. ഇങ്ങനെയൊക്കെ ഒരുപാട് അഭ്യാസങ്ങൾ ഇതിനകത്ത് നടത്തേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ കൃത്യമായിട്ടൊരു 3 മാസം ആദ്യം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാക്കാവുന്നതായിരുന്നു. ഇതിട്ട് എഴിച്ച് ഇതെല്ലാം കൂടെ നാഥനില്ലാത്ത മാതിരി നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അത് കുളമാക്കി ഇപ്പോൾ വെച്ചിരിക്കുകയാണ് കേസ്. ഇതിൻ്റെ ഭാവി എന്താണെന്ന് എനിക്ക് പോലും വളരെ ആശങ്കയുണ്ട്. ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇതിനകത്ത് ഒരു അനൗചിത്യമുണ്ടായി, ശ്രദ്ധക്കുറവുണ്ടായി, അത് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു.